ബോളിവുഡിലെ ഏറ്റവും പ്രമുഖ നടന്മാരിൽ ഒരാളാണ് അമീർ ഖാൻ. അഭിനയം മാത്രമല്ല, നിർമ്മാണത്തിലും സംവിധാനത്തിലും അദ്ദേഹം തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ലഗാൻ, താരി സമീൻ പർ, 3 എഡിറ്റഡ്സ്, PK, ഫംഗൽ തുടങ്ങിയ ചിത്രങ്ങളിലെ അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ ഇന്ത്യൻ സിനിമയിൽ പുതിയൊരു പാത തുറന്നു. സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങൾ സിനിമയിലൂടെ അവതരിപ്പിക്കാൻ അദ്ദേഹം എപ്പോഴും ശ്രമിക്കാറുണ്ട്. വളരെ കുറച്ച് സിനിമകൾ മാത്രമേ ചെയ്യാറുള്ളൂവെങ്കിലും ഓരോ സിനിമയും വലിയ പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകർ കാത്തിരിക്കാറുള്ളത്. ഈ താരം തന്നെയാണ് ഇപ്പോൾ വാർത്തകളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്നത്. അമീർ ഖാന്റെ സഹോദരൻ ഫൈസൽ ഖാൻ നടത്തിയ വെളിപ്പെടുത്തൽ തന്നെയാണ് ഇവിടുത്തെ പ്രധാന ചർച്ചാ വിഷയം. വിവാഹിതനായിരിക്കെ അമീറിന് മറ്റൊരു ബന്ധമുണ്ടായിരുന്നെന്നും അതിലൊരു കുട്ടിയുണ്ടെന്നുമാണ് ഫൈസൽ ഖാൻ അവകാശപ്പെട്ടത്. ഫൈസൽ അമീറിനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. റീനയുമായി വിവാഹിതനായിരിക്കുമ്പോഴും കിരൺ റാവുവുമായി ഡേറ്റിംഗിലായിരിക്കുമ്പോഴും അമീറിന് അവിഹിത ബന്ധമുണ്ടായിരുന്നു. അമേരിക്കൻ പത്രപ്രവർത്തകയായ ജെസിക്ക ഹൈൻസുമായിരുന്നു അമീറിന്റെ ബന്ധം. അവരിലാണ് കുഞ്ഞു പിറന്നത്. 3 കുട്ടികൾക്ക് പുറമെ വിവാഹത്തിന് പുറത്തുള്ള കുഞ്ഞാണിതെന്നും ഫൈസൽ ആരോപിക്കുന്നു. വാർത്താ സമ്മേളനം നടത്തിയാണ് ഇക്കാര്യം പറഞ്ഞത്. തനിക്ക് വിവാഹം കഴിക്കാൻ കുടുംബത്തിൽ നിന്ന് ഒരുപാട് സമ്മർദ്ദം ഉണ്ടായിരുന്നുവെന്ന് ഫൈസൽ തുറന്നു പറയുന്നു. കുടുംബത്തിൽ ആർക്കും വിജയകരമായ ദാമ്പത്യം കൊണ്ടുപോകാനായിട്ടില്ല. പിന്നെ എന്തിനാണ് അവരെന്നെ വിവാഹം കഴിക്കാൻ നിർബന്ധിപ്പിക്കുന്നത്? എന്റെ ഭാവി അവർ തീരുമാനിക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് തന്നെ ഓരോ കുടുംബത്തോടും അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് വിശദീകരിച്ച് ഒരു കത്തെഴുതിയിരുന്നു. എന്റെ മാനസിക നില തെറ്റിയെന്ന രീതിയിലായിരുന്നു അവരുടെ പെരുമാറ്റമെന്ന് ഫൈസൽ പറയുന്നു. മേള എന്ന ചിത്രത്തിലൂടെ പ്രശസ്തനായ നടൻ കൂടിയാണ് ഫൈസൽ ഖാൻ. അമീർ ഖാനുമായും കുടുംബവുമായി ഞാൻ എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കുകയാണെന്ന് ഫൈസൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. കുടുംബം ഉപദ്രവിച്ചെന്ന് മാനസിക പ്രശ്നങ്ങൾ ആരോപിച്ച് തന്നെ ദീർഘനാൾ പൂട്ടിയിട്ടിരുന്നു എന്നടക്കമുള്ള ആരോപണങ്ങളാണ് ഇന്ന് ഫൈസൽ കുടുംബത്തിന് നേരെ ആരോപിച്ചത്. അവകാശവാദങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞ് കുടുംബവും ഒരു പ്രസ്താവന പുറത്തിറക്കി. ഫൈസൽ ഖാൻ ഇത്രയും ഹൃദയഭേദകമായ ഒരു കാര്യം ചെയ്തതിൽ തങ്ങൾ ദുഃഖിതരാണെന്നും അമ്മയെയും സഹോദരിമാരെയും സഹോദരനെയും ഇക്കാര്യം വേദനിപ്പിച്ചുവെന്നും പ്രസ്താവനയിൽ പറയുന്നു. ബോളിവുഡ് താരം അമീർ ഖാൻ കുറച്ചു കാലമായി കരിയറിൽ ഏറെ തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ലാൽ സിംഗ് ചദ്ദ എന്ന ചിത്രത്തിന്റെ വൻ പരാജയത്തിന് ശേഷം നടന്റേതായി പുറത്തിറങ്ങി സിതാരെ സമീൻ പർ ആവറേജ് ഹിറ്റിൽ ഒതുങ്ങി. രജനീകാന്ത് ചിത്രം കൂലിയിലെ അതിഥി വേഷമാകട്ടെ ട്രോളുകൾക്ക് പത്രമാവുകയും ചെയ്തു. എന്നാൽ ഇതിലും മോശം അവസ്ഥയിലൂടെയാണ് അമീർ ഖാന്റെ വ്യക്തി ജീവിതം നീങ്ങുന്നത്. ഇത് തന്നെയാണ് ഇപ്പോൾ എന്തായാലും മനസ്സിലാകുന്നത്.